ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ അത് പ്രളയമായി മാറുമോ എന്നൊക്കെയുള്ള ഒരു ഭയത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും. ഇതിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ മുന്നറിയിപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതുവരെ അതിനുള്ള പ്രതിവിധികളൊന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു മഴ 2 ദിവസം നീണ്ടു നിന്നാൽ കേരളം മുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ ഭൂമിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഒരു കിടപ്പ് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ 2018 ശേഷമാണല്ലോ ഈ പ്രളയം ഒക്കെ വരുന്നത്. മാധവ് ഗാഡ്ഗിൽ അന്ന് 2013 തന്നെ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. ഇത്തരത്തിൽ പ്രളയമുണ്ടാകും എന്നതടക്കമുള്ള പശ്ചിമഘട്ട നിരകളിലൊക്കെ, അല്ലെങ്കിൽ അവിടെ ഒക്കെ ഉണ്ടായ ഈ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ മഴ കുടയുമായി പോകുന്ന ഒരു കാലമായിരുന്നു. അതോടൊപ്പം തന്നെ തുലാവർഷവും ഇടവപ്പാതിയും, ഇത് രണ്ടുമായിരുന്നു മഴ. ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഈ ജൂൺ മാസങ്ങളിൽ സ്കൂൾ തുറക്കുമ്പോൾ വരുന്നത്. തുലാവർഷം എന്ന് പറയുന്നത് തുലാമാസത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയുള്ള മഴ. ഇതായിരുന്നു സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് നമ്മൾ ആ മഴയെ പ്രതിരോധിച്ചിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കുട കൊണ്ടുപോകും, ഇടിമിന്നലിനെ സൂക്ഷിക്കാൻ വീടിനകത്തൊക്കെ തന്നെ ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എപ്പോഴും മഴയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് നമ്മളിപ്പോൾ ഒരു ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ ചിലപ്പോൾ മഴയൊന്നും കാണില്ല, നല്ല മെയ്യിൽ മഴയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏപ്രിലെല്ലാം മഴയായിരുന്നു. കൊടും വേനൽ അനുഭവിക്കേണ്ട സമയത്ത് മഴ. അപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ മാറി. അത് എന്തോ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഇതായിരിക്കാം. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്നത്. ഇപ്പോൾ ഒരു മഴ വന്നൊരു പ്രളയം വരേണ്ടി വരും സ്വാഭാവികമായിട്ടും സർക്കാർ ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഈ വേനൽ സമയത്തുണ്ടാകുന്ന മഴ ഒരുപാട് രോഗങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ചിക്കൻ ബോക്സ് അടക്കമുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്, ഈ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ. പക്ഷേ ഇതിലൊന്നും തന്നെ സർക്കാരോ ആരോഗ്യ സംവിധാനങ്ങളോ ഒന്നും ഉണർന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഡാമുകളുടെ കാര്യക്ഷമത, ഡാമുകൾ തുറന്നു വിടേണ്ടതിൻ്റെ ആവശ്യകത, ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരും ഒന്നും തന്നെ. ഇതിപ്പോൾ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചാനലുകളെല്ലാം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്ന് പറയുന്നതല്ലാതെ ഇതിന് ഒരു പരിഹാരം ആരും നിർദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മഴയെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. മഴ പ്രളയമായി മാറുമോ, അല്ലെങ്കിൽ ഈ കടുത്ത മഴ എന്തിനുള്ള സൂചനയാകാം എന്നുള്ള കാര്യത്തിൽ പേടിക്കേണ്ടത് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ട്. 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത്. അതായത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മുറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം.
ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. ഈ പട്ടം പറത്തുന്നത് വരെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾ ഇടയിൽ ഒതുക്കി പന്ത് പോലെ ഉരുണ്ട് ഇരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. അതായത് ഇടിമിന്നലിന് കാറ്റിനുമാണ് ശക്തമായ കാറ്റിനുമാണ് സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത്. മൊബൈൽ ഉപയോഗിക്കാം, പക്ഷേ ലാൻഡ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ആ സമയത്ത് കുളിക്കുക പോലും ചെയ്യരുത്. കാരണം പൈപ്പിൽ നിന്നൊക്കെ വൈദ്യുതി ഏൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ നേരത്തെ ബിനു പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ഒന്ന് ഉണരണമെങ്കിൽ അതിശക്തമായ മഴ, എവിടെയെങ്കിലും ഒരു ഉരുൾപൊട്ടൽ, കുറച്ച് ജീവനുകൾ ഇല്ലാതാകണം. പിന്നെ അവിടെ സൈന്യം എത്തും, ദുരന്ത നിവാരണ അതോറിറ്റി സേനകൾ വരും, പിന്നെ യുവജന സംഘടനകളെല്ലാം എത്തും. അങ്ങനെയൊക്കെ എത്തിയാൽ മാത്രമേ സർക്കാരിനൊരു ശക്തി വരൂ. ഇനിയൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാം. ഈ അതിശക്തമായ മഴയും ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭയം പിന്നെ ഒരു സുനാമി അല്ലെങ്കിൽ ഒരു പ്രളയം ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയം. കാരണം 2 പ്രളയത്തെ അതിജീവിച്ച് വന്നവരാണ്. അതിജീവിച്ചു എന്നൊന്നും പറയാൻ വഴിയില്ല. കാരണം കുറെയൊക്കെ നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു. കുറെ ആളുകളുടെ ജീവൻ പോയി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറെ വസ്തു ഇപ്പോഴും അതിൽ നിന്ന് മോചിതരാവാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പ്രതിരോധ സാധ്യതകൾ തേടാത്തത്? അതായത് ഇതിൽ പ്രധാനമായും വരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സംവിധാനങ്ങളിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർ കൃത്യമായ മുൻകരുതലുകൾ എടുക്കും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ പരിശോധിച്ചാലും അവർ മഴ പെയ്യുമെന്ന് പറയുന്ന സമയത്ത് മഴയൊന്നും പെയ്യത്തില്ല. അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നൽ അല്ലെങ്കിൽ ശക്തമായ കാറ്റുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും കാണത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പാളിച്ച എന്ന് പറയുന്നത്. പിന്നെ സർക്കാർ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ. അത് മാറി മാറി വരുന്ന UDF സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ പ്രളയ സമയത്ത് ഈ മന്ത്രിയുടെയൊക്കെ പിടിപ്പുകേടാണ് കൃത്യസമയത്ത് ഡാമുകൾ തുറന്നു വിടാതിരുന്നതും ഒക്കെ പ്രളയ സാധ്യത വർദ്ധിപ്പിച്ചതിന് കാരണമായി തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതൊക്കെ കൃത്യമായി നേരത്തെ തന്നെ ഡാമുകളൊക്കെ തുറന്നു വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇത്രയും വലിയൊരു പ്രളയത്തെ നമുക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രളയം വന്നപ്പോൾ നമുക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ പോയത്. ആദ്യത്തെ ആ ഒരു പ്രളയത്തിൽ നിന്ന് നമ്മൾ ഏറെ പാഠം പഠിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ കൂടിയും ഇതിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇനിയും പ്രളയം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ അത്തരത്തിൽ വ്യതിയാനങ്ങൾ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോൾ പ്രളയം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ്. കാരണം അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. സ്വാഭാവികമായി ഇതൊക്കെ പൊട്ടുന്നൊരു സാഹചര്യം വന്നാൽ 3 ജില്ലകൾ പൂർണ്ണമായും നശിക്കും. അവിടെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ മരിച്ചു പോകും. അതുകൊണ്ട് അതൊക്കെ വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ ഇത് ഈ തമിഴ്നാടുമായിട്ടൊക്കെയുള്ള അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് കൃത്യമായ ചർച്ചകളിലൂടെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അത് ബലപ്പെടുത്തുന്നതിനുള്ള നടപടികളെങ്കിലും സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വലിയ അപകടങ്ങളിലേക്ക് ഒരു വലിയ അപകടം ഉണ്ടായതിന് ശേഷം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ ജാഗരൂകരായിരിക്കണം സർക്കാർ, അല്ലെങ്കിൽ അത് ഭരണകൂടമൊക്കെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് പറയാനുള്ളത്.